പെൺകുട്ടികളെ നന്നായിട്ട് വളർത്തണമെന്ന് യുവാക്കന്മാർ ഇവിടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അവർക്ക് ഭാവി പേടിയുണ്ട്. കാരണം അവൻ്റെ വർദ്ധാനം വല്ലതും തോളെ കയറി ജീവിക്കണ്ടേ. അല്ല, അപ്പൊ അമ്മച്ചിമാരല്ല ഇവിടെ നിന്നൊന്നും കെട്ടിയേക്കരുത് കേട്ടോ. നമ്മൾ ദൂരേന്ന് കെട്ടിക്കണം. കുട്ടികൾ പിള്ളേരെ വെറുതെ വിട്ടാൽ അവരെ കെട്ടിയാൽ നിങ്ങൾ ശരിയാകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരൊക്കെ മൂക്കത്ത് അരിച്ചും പിന്നെ അവർ വീട്ടിലോട്ട് പോകും. വല്ല അങ്ങ് ഇടിക്കുന്നോ അല്ലെങ്കിൽ കൊയിലാണ്ടിന്നോ എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഒരാൾക്ക് വീട്ടിൽ പെണ്ണവിടെ കിടന്നോളും. പെൺപിള്ളേരെ എവിടെ ആരെയും ആമ്പിള്ളേർ കല്യാണം കഴിച്ചേക്കരുത് കേട്ടോ. അതൊക്കെ ദൂരെ പോയേച്ചാൽ മതി. അതുകൊണ്ട് എന്നാൽ പലപ്പോഴും അതിനുവേണ്ടി വരണം കേട്ടോ. പോയാലും കുഴപ്പമൊന്നും. അപ്പൊ അതുകൊണ്ട് ഇവരെ പ്രോബ്ലം അമ്മച്ചിമാര് നേരെ ചോന വളർത്തുന്നില്ല പെൺകുട്ടികളെ വേണ്ട വിധത്തിൽ കുടുംബം നോക്കാനൊന്നും വളർത്തുന്നില്ല എന്ന് പറയുന്നത്. അവരെ ആംഗ്ലമാരല്ലേ പറഞ്ഞേ. അത് അങ്ങനെ സൈക്കോളജി ഉണ്ട് സിസ്റ്റർ. സിസ്റ്റർ പെണ്ണാണെങ്കിൽ പോലും അതിനകത്ത് അവർ പറഞ്ഞ കാര്യമുണ്ട്. കാരണം പെൺപിള്ളേരെ ഇപ്പം പെണ്ണത്തിനേക്കാൾ കൂടുതൽ താലോലിക്കുന്നുണ്ട്. കാരണം ഒരു പെണ്ണും രണ്ടാണുങ്ങളും ആയിരിക്കും വീട്ടിൽ. സ്വാഭാവികമായിട്ടും പെൺകുട്ടി ഒന്നേ ഉള്ളൂവെങ്കിൽ അപ്പൻ കൂടുതൽ താലോലിക്കാനിടയുണ്ട്. അത് സൈക്കോളജിക്കലാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ആൺകുട്ടിക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. നിങ്ങളും അപ്പനാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അപ്പനായിട്ട് ഒരു രണ്ട് കുഞ്ഞുണ്ടാവും. ഒന്ന് പെണ്ണാണെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യം വരും. കാരണം അമ്മയുടെ മുഖമാണ് അവളെ കാണുന്നത്. അമ്മയുള്ള സ്നേഹമാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചും ആൺകുട്ടികളോട് അമ്മമാർ കൂടുതൽ സ്നേഹവും താല്പര്യവും കാരണം അപ്പൻ്റെ മുഖമാണ് മുകളിൽ കാണും. അപ്പോൾ അതിന് സൈക്കോളജിക്കലായിട്ട് അതങ്ങനെയാണ്. പ്രകൃതി അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കും. അപ്പോൾ അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അവരുടെ ആർക്കും നീതി നിഷേധിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള രണ്ട് കുട്ടികൾ വളരുന്നിടത്തൊന്ന് ആണും ഒരു പെണ്ണും ആണെങ്കിൽ അപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ സ്വാഭാവിക താല്പര്യം വരും. ആണിനോട് അരിശം വരാൻ സാധ്യതയില്ല. കാരണം ഇവർ റൈവലായിട്ട് വളർന്നു വരുന്നു. തന്നെ മാനിക്കുന്നില്ല, തന്നെ വകവയ്ക്കുന്നില്ല എന്നൊരു ചിന്ത അപ്പനുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരെ തിരിച്ചാ അവൻ്റെ മീശകളത്ത് വരുമ്പോൾ ഞാനും അപ്പനോടോ ആയി എന്നുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിപ്രായ പ്രകടനമൊക്കെ നടത്തുന്നുള്ളതേ ഉള്ളൂ. അപ്പനെ ആദരിക്കും, അത് അവസാനം വരെ ആദരിക്കുകയും ചെയ്യും. പക്ഷെ ഇത് പ്രായത്തിൻ്റെ പ്രത്യേകത ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അപ്പന്മാരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് എടുത്തരിച്ചതുപോലെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം അവിടെ കഴുതയെന്നൊന്നും വിളിച്ചേക്കരുത്. കഴുതയെന്നൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ കഴുതയായിട്ട് തീരും. ഞാൻ ഏതായാലും കഴുതയാണ്, അപ്പൻ എന്നെ കഴുതയെന്നാണ് വിളിച്ചതെന്ന് അങ്ങനെ കേൾക്കുന്നില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന വാക്കുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. അമ്മയും അങ്ങനെ ആരെങ്കിലും പെണ്ണിനെ ഇങ്ങനെ തിരിച്ച് അവനെ കൊണ്ട് മരക്കഴുത ഒന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാറില്ലേ. അവൻ നന്നായിട്ട് പഠിക്കും. ഇവളെ ചുമ്മാ മണ്ടി ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അമ്മ പെണ്ണിനെ കൊണ്ട് പറയാൻ പാടില്ല. തിരിച്ചു പെണ്ണാ നന്നായിട്ട് പഠിക്കുന്നെങ്കിൽ തിരിച്ച് അവൾ നന്നായിട്ട് പഠിക്കും, ഇവനെ ഒന്നും പഠിക്കരുതെന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ആയിത്തീരുന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ രണ്ടുപേരെ ഒരുപോലെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് മൂന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ചില കുഞ്ഞിനോട് സ്വാഭാവിക ഒരു താല്പര്യം കൂടുതൽ വരാം. ആ കൂടുതൽ വരുന്നത് അവരുടെ പ്രകൃതം കൊണ്ടാണ്. അങ്ങനെ പറയാറില്ലേ, അമ്മതേ ഇവന് കണ്ടോ ഒരു വളരെ ശാന്തശീലനാണ്, അവന് ഒട്ടും അരിശയില്ല, അവൻ പറയുന്നതൊക്കെ ചെയ്യും, ഒത്തിരി അനുസരണമുള്ള പേരാണ്, മറ്റവൻ അവരെന്നാ പറഞ്ഞാലും അനുസരിക്കില്ല. രണ്ടാമ്പിള്ളേർ ഒരു വീട്ടിൽ ഇങ്ങനെ പറയാൻ പാടില്ല. രണ്ട് പ്രകൃതമായിരിക്കും. അത് ദൈവം കൊടുത്ത ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അനുസരിക്കയില്ല എന്ന് പറയുന്നവനായിരിക്കാം ഭാവിയിൽ മാതാപിതാക്കൾക്ക് ഉപകാരിയായിട്ട് തീരും. അനുസരിക്കുമെന്ന് പറയുന്ന പാപത്താനായിരിക്കും എന്നാ പറയുന്നത്, അതിനൊരു വാക്കുണ്ടല്ലോ, മിണ്ടാപ്പൂച്ച തലവടയ്ക്കണം. അതുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ അവരുടെ പ്രകൃതത്തെ നമ്മൾ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനനുസരിച്ച് പേരൻറ്റിങ് ആണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വിഷയം. കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പേരൻസിൽ നിന്നാണ് അവർക്ക് ഐഡിയോളജി കിട്ടുന്നത്. ആ ഐഡിയോളജി ഇനിയുള്ള കാലത്ത് ജീവിച്ച് കാണിക്കുക വേണ്ടി ഉപദേശം വലിയ പ്രയോജനമില്ല. ഇപ്പം ജീവിച്ച് കാണിക്കുക, അതായത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ അവർ പ്രാർത്ഥിക്കണമെന്ന് അല്ലെങ്കിൽ പള്ളിയിൽ പോകണം എന്ന് നിർബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അപ്പനും അമ്മയും പള്ളിയിൽ പോകുന്നവർ കാണുന്നതാണ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ മാതൃകയായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി പണ്ടത്തെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഇന്ന് കൺവെൻഷന് നമ്മുടെ കൂടെ വരുന്ന ഈ മൈക്ക് സെറ്റിൻ്റെ വിജി ഇതാകുമ്പോൾ അറിയേണ്ട കഴിഞ്ഞ വർഷം എല്ലാം കൺവെൻഷൻ ഡേ ഉണ്ടായിരുന്നു. കൺവെൻഷനിലൂടെ ആളുകൾ തന്നെ ഒരുപാട് സംസ്കാരം വളർന്നിട്ടുള്ളതിനെ സാക്ഷ്യം വഹിക്കുകയാണ്. അതിപ്പോൾ എന്നോട് പറയുകയാണ്. അതായത് ഇങ്ങനെ ഒന്നിച്ചു കൂടുകയും ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ അപഗ്രഥിക്കുകയും പറയുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ്റെ സാംസ്കാരിക നിലവാരത്തിന് ഉയർച്ച വരുന്നുണ്ട്. അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുമ്പോൾ വ്യത്യസ്തം. ഇപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടില്ലേ, കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, കുട്ടികളുടെ അഭിപ്രായം എന്താണ്, ചെറുപ്പക്കാരുടെ അഭിപ്രായം എന്താണ്, അപ്പന്മാരുടെ അഭിപ്രായം, അമ്മമാരുടെ അഭിപ്രായം. ഇത് പിന്നെ നിങ്ങളുടെ വീടുകളിൽ ചർച്ചാ വിഷയമാവുകയും നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ
മെച്ചപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഈ കാര്യങ്ങൾ